വീടിനടുത്തായിട്ടൊരു വലിയ കായലുണ്ട്. സോ ഈവനിങ് അവിടെ പോയി ഒന്ന് ചിൽ ഔട്ട് ചെയ്യുക, അതായിരുന്നു നമ്മുടെ പ്ലാൻ. കാലിൽ ആളെ ഫില്ല് ചെയ്ത് വന്നപ്പോഴേക്കും ഞാനും എൻ്റെ ബ്രദറും പുറത്തായി. ഇനി എന്താ ചെയ്യുക? നടക്കുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ നമ്മളൊരു ഷോർട്ട് കട്ട് പിടിച്ച് നേരെ നടന്നു തുടങ്ങി. അമ്മയുടെ കസിൻ്റെ പഴയ വീട്ടിൻ്റെ ബാക്കിലായിട്ട് ലേക്ക് സൈഡും നല്ല ലാൻഡ്സ്കേപ്പും ഉണ്ട്. ഇതിനു മുന്നേ നമ്മൾ അവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്കാണ് അവർ പോയി എന്നുള്ളൊരു അസംഷനിൽ നമ്മളും അങ്ങോട്ട് തന്നെ പോയി. കഥയൊക്കെ പറഞ്ഞ് അങ്ങ് എത്തിയപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ റോങ് ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നതെന്ന്. കാരണം അവരിവിടെ ഇല്ല. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കവെയാണ് കുഞ്ഞയുടെ കോള് വരുന്നത്. ഇനി എന്താ ചെയ്യുക? ഈ വന്ന വഴിയെല്ലാം തിരിച്ചു നടക്കുക. അങ്ങനെ അറ്റ് ലാസ്റ്റ് റോഡിലെത്തിയപ്പോൾ നമ്മൾ അവരെ കണ്ടു. നമ്മളും അവരോട് ജോയിൻ ചെയ്തു. എൻ്റെ അമ്മയും മാമനും ഒക്കെ കളിച്ചു വളർന്ന ആ ഒരു പഴയ സ്ഥലമല്ല ഇതിപ്പോൾ. ഇതിൻ്റെ ഔട്ട്ലുക്ക് ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ടൂറിസം ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. പെട്ടെന്നാണ് ആ വെള്ളത്തിലിട്ടിരിക്കുന്ന ആ ഒരു കളർഫുൾ ബെഞ്ച് നമ്മുടെ കണ്ണിൽ പെട്ടത്. വേറെ ആരെങ്കിലും വന്ന് ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരും നേരെ അതിൻ്റെ അടുത്തേക്ക് ഓടി സീറ്റ് പിടിച്ചു. അമ്മയുടെ കസിൻ ആള് വന്നിട്ട് ആ ഒരു ബോട്ടിൻ്റെ ഓണറിനോട് സംസാരിച്ച് നമുക്ക് അതിനകത്ത് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ളൊരു പെർമിഷൻ വാങ്ങി തന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെല്ലാവരും ചാടി ബോട്ടിൽ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറിയ ഉടനെ തന്നെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമ്മൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ കസിന് ഈ ഒരു ബോട്ട് ഓണറിനെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമുക്കൊരു ഫ്രീ റൈഡ് ഓഫർ ചെയ്തു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം വളരെ മെസ്മറൈസിങ് ആയിരുന്നു. കായലിൻ്റെ മുകളിലൂടെ ആയിട്ട് ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജായിരുന്നു. കറക്റ്റ് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിനും പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കാറ്റടിച്ച് കുഞ്ഞു കസിൻസ് എല്ലാം ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പയ്യെ അവരെല്ലാം അങ്ങ് സെറ്റിൽ ചെയ്തു. അങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് നല്ലൊരു സൺസെറ്റ് സ്പോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ സമയത്തെക്കുറിച്ചൊന്ന് ബോധേഡായത്. നമ്മുടെ ബോട്ട് ഇതാ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ കുറച്ച് പേര് കയാക്കിംഗ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കും അതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് വൈകിയതുകൊണ്ടും കുഞ്ഞു കസിൻസ് എല്ലാം ഉറക്കമായതുകൊണ്ടും ആ പ്ലാൻ അന്ന് വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചു. ഇതെൻ്റെ ഏറ്റവും എൽഡർ ബ്രദറും യങ്ങർ ബ്രദറുമാണ്. ഇവരുടെ കോംബോ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. വളരെ മെച്യൂർഡ് ആയിട്ടാണ് എൻ്റെ എൽഡസ്റ്റ് ബ്രദർ കുഞ്ഞുങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനിടയിൽ എൻ്റെ കുഞ്ഞ് അവിടെയുള്ള ഏതോ ഒരു ചെളിയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ പുള്ളിക്കാരെ നിന്ന് രക്ഷപ്പെട്ട് ചെരുപ്പൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നെങ്കിലും പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്ന ഔട്ടിങ്ങിനേക്കാൾ വളരെ നൈസായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ ഔട്ടിങ്. ഫുൾ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇഫ് യു വിഷ് യു ക്യാൻ ചെക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.